ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. 1942 ജൂലൈ 10 ഇന്നത്തെ ആന്ധ്രാപ്രദേശിലെ കങ്കിപ്പാട് ഗ്രാമപഞ്ചായത്തിലാണ് കോട്ട ശ്രീനിവാസറാവു ജനിച്ചത്. പിതാവ് സീതാരാമ ആഞ്ജനേയലു ഒരു ഡോക്ടറായിരുന്നു. ശ്രീനിവാസറാവു തുടക്കത്തിൽ ഡോക്ടറാകാൻ ആഗ്രഹിച്ചിരുന്നുവെങ്കിലും അഭിനയത്തോടുള്ള ഇഷ്ടം കാരണം ഒടുവിൽ അത് ചെയ്യാൻ കഴിഞ്ഞില്ല. കോളേജ് പഠനകാലത്ത് നാടകങ്ങളിലൂടെയാണ് അദ്ദേഹം തന്റെ കരിയർ ആരംഭിച്ചത്. സയൻസ് ബിരുദം നേടിയ അദ്ദേഹം സിനിമാ മേഖലയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ജീവനക്കാരനായി ജോലി ചെയ്തു. പ്രധാനമായും തെലുങ്ക് സിനിമയിലും തെലുങ്ക് നാടകങ്ങളിലും പ്രവർത്തിച്ചതിന് പേരുകേട്ട അദ്ദേഹം തമിഴ്, ഹിന്ദി, കന്നഡ, മലയാളം തുടങ്ങിയ ഭാഷകളിൽ ഏതാനും സിനിമകളിലും അഭിനയിച്ചു. ഒരു രാഷ്ട്രീയക്കാരനെന്ന നിലയിൽ 1999 മുതൽ 2004 വരെ ഇന്ത്യയിലെ ആന്ധ്രാപ്രദേശിലെ വിജയവാഡ ഈസ്റ്റിൽ നിന്നുള്ള MLA ആയി റാവു സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1978 പ്രമാണം ഹരീതു എന്ന തെലുങ്ക് ചിത്രത്തിലൂടെയാണ് അദ്ദേഹം അരങ്ങേറ്റം കുറിച്ചത്. 750-ലധികം ഫീച്ചർ ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു. വില്ലൻ, സ്വഭാവ നടൻ, സഹനടൻ തുടങ്ങി വിവിധ ഭാഗങ്ങളിലായി 9 സംസ്ഥാന നന്ദി അവാർഡുകൾ അദ്ദേഹം നേടി. 2012 കൃഷ്ണാം വന്ദേ ജഗദ്ഗുരാം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് അദ്ദേഹം സിനിമ അവാർഡ് നേടി. 2015 ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സംഭാവനകൾക്ക് ഇന്ത്യയിലെ 4ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മശ്രീ ലഭിച്ചു. രുക്മിണിയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ. 2 പെൺമക്കളും ഒരു മകനുമടങ്ങിയതാണ് അദ്ദേഹത്തിന്റെ കുടുംബം. മകനായ കോട്ട വെങ്കിട്ട ആഞ്ജനേയ പ്രസാദ് 2010 ജൂൺ 20 ഹൈദരാബാദിൽ ഒരു റോഡപകടത്തിൽ മരിക്കുകയുണ്ടായി. JD ചക്രവർത്തിയുടെ സിദ്ധം എന്ന സിനിമയിലും പിതാവിനോടൊപ്പം ഗയം എന്ന സിനിമയിലും പ്രസാദ് അഭിനയിച്ചിരുന്നു. ദീർഘനാളത്തെ അസുഖത്തെ തുടർന്ന് 2025 ജൂലൈ 13 പുലർച്ചെ ഹൈദരാബാദിലെ ജൂബിലി ഹിൽസിലെ ഫിലിം നഗറിലെ വസതിയിൽ അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിന്റെ 83ാം ജന്മദിനം കഴിഞ്ഞ് വെറും 3 ദിവസം ആയപ്പോഴേക്കുമാണ് മരണം സംഭവിച്ചത്. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.